നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 14 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പുതുതായി 1273 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1091 പേർ രോഗബാധയിൽ നിന്ന് മുക്തരായി. 24 മണിക്കൂറിനിടെ രാജ്യമാകെ 1,05,033 കോവിഡ് പരിശോധനകളാണ് നടത്തിയത്. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 5,12,142 ആയി. 4,93,240 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,103. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.3%, മരണനിരക്ക് 1.6% തുടരുന്നു. ഖത്തറിൽ കഴിഞ്ഞ ദിവസം 108 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 77 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 31 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. ഇന്നലെ പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 599 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്നലെ 105 പേരാണ് രോഗമുക്തി നേടിയത്. ആകെ 2,22,362 പേർക്കാണ് രോഗമുക്തിയുണ്ടായത്. നിലവിലുള്ള ആകെ രോഗികൾ 1,549 ആണ്. UAE-യിൽ COVID-19 ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,904 ആയി. 1,541 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1,502 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗികൾ 6,64,027, രോഗമുക്തി നേടിയവർ 6,41,750, ചികിത്സയിലുള്ളവർ 20,373. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ആശ്വാസമായി സൗദി അറേബ്യയിലെ കാമ റീഎൻട്രി സന്ദർശക വിസകളുടെ കാലാവധി വീണ്ടും സൗജന്യമായി നീട്ടി. തൊഴിലാളികളുടെ കാമയുടെ റീഎൻട്രി സന്ദർശന വിസകളുടെയും കാലാവധിയാണ് സ്വമേധയാ ഓഗസ്റ്റ് 31 വരെ പുതുക്കുന്നത്. സൗദി പാസ്പോർട്ട് വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ കോവിഡ് മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്നതിൽ 80% ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും സർവീസ് പുനരാരംഭിച്ചു. 2019 നടത്തിയ മുഴുവൻ സർവീസുകളിലേക്കും എത്തിച്ചേരുകയാണ് ലക്ഷ്യമെന്ന് എയർലൈൻസ് അറിയിച്ചു. ഇത്തവണത്തെ വേനൽ സീസണിൽ ഗ്രീസിലെ മൈക്കോനോസ്, സോന്റാറിനി, സ്പെയിനിലെ മലാഗ, അലക്സാൻഡ്രിയ, ഈജിപ്തിലെ ഷാം എൽ ഷേഖ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചു. ജോർജിയയിലെ ടിബിലിസിയിലേക്കുള്ള സർവീസ് അടുത്തിടെ പുനരാരംഭിച്ചു. ലോകരാജ്യങ്ങളിലേക്ക് ഖത്തർ നീട്ടുന്ന കാരുണ്യത്തിന്റെ കരങ്ങൾക്ക് അറ്റമില്ല. കോവിഡ് കാലത്ത് ദരിദ്ര രാജ്യങ്ങൾക്ക് മരുന്നും വാക്സിനും ഭക്ഷണവും ആശുപത്രി സംവിധാനങ്ങളും കൊണ്ട് രക്ഷകരാവുന്ന ഖത്തർ ഇപ്പോഴിതാ ടോക്കിയോ ഒളിമ്പിക്സിന് പുറപ്പെടുന്ന അത്ലറ്റുകൾക്ക് തങ്ങളുടെ ചിറകുകൾ വിരിച്ചിരിക്കുന്നു. സ്വന്തം രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ ലഭ്യമല്ലാത്തത് കാരണം ഒളിമ്പിക്സ് പങ്കാളിത്തം ഭീഷണിയിലായ അത്ലറ്റുകൾക്കും നാട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടത് കാരണം വാക്സിൻ ലഭ്യമല്ലാത്തവർക്കും പ്രതിരോധ മരുന്നുകൾ നൽകിയാണ് ഖത്തർ ഒളിമ്പിക്സ് കമ്മിറ്റി കുറി ഞെട്ടിച്ചത്. കോവിഡ് ബാധയെ തുടർന്നുള്ള മരണങ്ങൾ തടയുന്ന കാര്യത്തിൽ സെട്രോവിമാബ് ചികിത്സാ ഫലപ്രദമാണെന്ന് അബുദാബി. 97% പേരിലും രോഗം പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാനായതായും അബുദാബി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സെട്രോവിമാബ് മരുന്നുപയോഗിച്ച് ലോകത്താദ്യമായി UAE-യിൽ നടത്തിയ കോവിഡ് ചികിത്സയുടെ 2ാം ഘട്ട ഫലം പ്രസിദ്ധീകരിച്ചാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് പ്രതിസന്ധിയിലും പരമ്പരാഗതമായി തുടർന്നു പോരുന്ന നന്മകൾ കൈവിടാൻ വിസമ്മതിച്ചു ഒമാനിലെ വിശ്വാസികൾ. പെരുന്നാൾ ആഘോഷ ദിനങ്ങളിൽ കുട്ടികൾക്ക് മുതിർന്നവർ നൽകാറുള്ള ഈദ് കൈനീട്ടമായ ഈദിയ ഇത്തവണ ഓൺലൈൻ വഴിയാക്കിയാണ് ഇവിടുത്തെ ജനങ്ങൾ മാതൃകയായത്. നന്മകളും പാരമ്പര്യ ആചാരങ്ങളും തുടർന്നു പോകാൻ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ തടസ്സമല്ലെന്നതിലൂടെ തെളിയിക്കുകയാണവർ. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് UAE-യിലേക്കുള്ള യാത്രാവിലക്ക് തുടരും. എമിറേറ്റ്സ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്ന് ഖത്തർ വ്യക്തമാക്കി. ജൂലൈ 25 വരെ സർവീസിലെന്ന് എമിറേറ്റ്സും 31 വരെ സർവീസിലെന്ന് ഇത്തിഹാദും അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് UAE സിവിൽ ഏവിയേഷന്റെ സ്ഥിരീകരണം. ഇതോടെ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിയെത്താമെന്ന പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേറ്റു. കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്നതിനിടയിലും സുരക്ഷിതമായി ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച് സൗദി ഭരണകൂടം. ഹജ്ജ് രജിസ്ട്രേഷൻ മുതൽ തുടങ്ങിയ വ്യക്തമായ ആസൂത്രണത്തിലൂടെയും കൃത്യമായ നടപടികളിലൂടെയുമാണ് 60,000 തീർത്ഥാടകർ ഉൾപ്പെടെ 1,00,000-ഓളം പേർ ഉൾപ്പെട്ട ഹജ്ജ് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമായി പര്യവസാനത്തിലെത്തിക്കാൻ സൗദിക്ക് സാധിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.